الله أكبر الله أكبر الله الله أكبر الله أكبر ولله Sama perenal pesa waktu itu itu. Sama pula waktu itu. Assalamualaikum warahmatullahi ta'ala wabarakatuh. Alhamdulillah, salatu wassalamu ala nabiyil mustafa wa sayyidil kawnil mujtaba wa ala alihi ahli sidqi wal wafa. Allahumma salli ala sayyidina wa nabiyyina maulana Muhammadin wa ala ali sayyidina wa nabiyyina maulana Muhammadin wa barik wa sallim alayhi. Salli ala jami'il anbiya'i wal mursalin walhamdulillahi rabbil alamin. ബഹുമാനവും സ്നേഹവുമുള്ള ആദരണീയരായ പ്രിയപ്പെട്ട മഹല്ല നിവാസികൾ എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അള്ളാഹു നമ്മെ സന്തോഷത്തിലും സമൃദ്ധിയിലുമായി ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാവട്ടെ. ഒരു പെരുന്നാളിൻ്റെ സുദിനത്തിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് അന്നും പട്ടിണിയായിരുന്നു. വിഷമം കാരണം, ദാരിദ്ര്യം കാരണം അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുന്ന പള്ളിയുടെ മൂലയിൽ ഇരുന്നു കൊണ്ട് കരയുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ അപ്പുറത്തുള്ള ഒരു ധനികനായ വ്യക്തി കാണുകയാണ്. ഈ പ്രാർത്ഥന കേട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ ധനികനായ മനുഷ്യൻ പാവപ്പെട്ടയാൾക്ക് ആവശ്യമായ തുക നൽകുകയാണ്. മതിയാവോളം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സമ്പത്ത് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞേക്കുമ്പോൾ തന്റെ അഡ്രസ്സ് കൂടെ അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സിൽ ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ വന്ന് കാണണം. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. അതിനുള്ള സൗകര്യം അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ആ പണം വാങ്ങി തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ആ അഡ്രസ്സ് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം ആ മനുഷ്യരോട് പറഞ്ഞു, ഹലോ സുഹൃത്തെ, നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും മനസ്സൊരുക്കിക്കൊണ്ട് വിഷമഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. മസ്ജിദിൽ വന്നുകൊണ്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നതിന്റെ ഉടനെയായിക്കൊണ്ട് തന്നെ എന്റെ വിഷമങ്ങൾ മാറിയ അനുഭവമാണ് എനിക്കുള്ളത്. ഇന്ന് വരെ ഞാൻ ദുആ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. എന്റെ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് മനസ്സൊരുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരമായിക്കൊണ്ട് അല്പസമയം കൊണ്ട് തന്നെ എനിക്ക് സഹായം ലഭിക്കാറുണ്ട്. എന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറാറുണ്ട്. നിങ്ങളുടെ അഡ്രസ്സ് ഞാൻ വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഞാൻ നിങ്ങളെയാണ് ഓർക്കുക. നിങ്ങളെ വന്ന് കാണും. ഞാൻ പള്ളിയിൽ വന്നുകൊണ്ട് എന്റെ റബ്ബിനോട് മനമൊരുകിക്കൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചാൻസ് മിസ്സായി പോകും. അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഈ അഡ്രസ്സ് അവിടെ ഇരിക്കട്ടെ. ഇനി എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ അപ്പോഴും ഞാൻ ഇതുപോലെ അള്ളാഹുവിനോട് ചോദിക്കും. ആ സമയത്ത് അള്ളാഹു നൽകും. ഒരു മനുഷ്യനോടല്ല ബന്ധം വേണ്ടത് എന്നും
അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ള നിരന്തരമായ ബന്ധം സ്ഥാപിക്കാനുള്ള വഴിയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ത്യാഗങ്ങളും എന്നും ധൈര്യപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു കഥ. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ ഹൃദയമറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ കഴുകപ്പെടുമെന്നും ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മനസ്സ് സംശുദ്ധമാക്കപ്പെടുമെന്നും ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതം അനുഗ്രഹീതവും ബർക്കത്തുള്ളതുമാകുമെന്ന തിരിച്ചറിവ് പാഠം നൽകുമ്പോൾ, മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഉമ്മ തന്റെ പൈതലിന് വേണ്ടി ഒരു കുമ്പിൾ ജലത്തിന് വേണ്ടി ഹൃദയം പൊട്ടിക്കൊണ്ട് കരഞ്ഞപ്പോൾ, മരുഭൂമിയിൽ ഒരു മനുഷ്യന്റെ സഹായമില്ലാത്ത, ഒരു തണലില്ലാത്ത, പച്ചപ്പില്ലാത്ത സൈകത ഭൂമിയിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാതാവ് തന്റെ കുഞ്ഞിന് വേണ്ടി ഒരു കുമ്പിൾ കൈജലത്തിന് വേണ്ടിയിട്ട് ദാഹിച്ച തന്റെ കുഞ്ഞിന് വേണ്ടി കരഞ്ഞപ്പോൾ, 5000 വർഷം കഴിഞ്ഞിട്ടും നീരറവ പറ്റാത്ത സംസം എന്ന മഹത്തായ അത്ഭുത കിണറിനെ സമ്മാനിച്ച പടച്ചവനായ തമ്പുരാന്റെ ഓർമ്മയും ആ കുടുംബത്തിന്റെ ഓർമ്മയും തളം കെട്ടി നിൽക്കുന്ന അനുഗ്രഹീതമായ ബലിപെരുന്നാളിന്റെ സുദിനത്തിലാണ് സന്തോഷത്തോടുകൂടെ നമ്മളും ഈ തോട്ടക്കര പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹൃദയത്തിന്റെ പ്രാർത്ഥനകൾ തട്ടപ്പെടുകയില്ല എന്നും ഹൃദയത്തിന്റെ ആഴം, ആ ആഴമാണ് സംസമിന്റെ ആഴമെന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. ഹാജറ ഉമ്മയുടെ ഹൃദയത്തിന്റെ ആഴമാണ്, ആ അലിവിന്റെ വിശാലതയാണ് സംസമിന്റെ നീരറവയുടെ സമൃദ്ധി. ലോകം മുഴുവനും വെള്ളം എത്തിച്ചിട്ടും വെള്ളം വറ്റാത്ത ആ കിണർ ഹാജറ ഉമ്മയുടെ ഹൃദയത്തിന്റെ കരുണയുടെ വെള്ളമാണ് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുമ്പോൾ, ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വെച്ചുകൊണ്ട് സയ്യിദുനാ ഖലീലുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ജനതയുടെ, ഒരു സമൂഹത്തിന്റെ 3 സെമിറ്റിക് മതങ്ങളുടെ ചരിത്ര കേന്ദ്ര കഥാബിംബമായി ചെന്ന സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിന് പ്രചോദനം നൽകേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പെരുന്നാൾ. നമ്മുടെ ദീനുമായി, ഇസ്ലാമുമായി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനുമായി ഏറ്റവും കണക്റ്റഡ് ആയ പ്രവാചകൻ ആരാണ്? പ്രവാചകന്റെ നേർ മുമ്പുള്ള പ്രവാചകനല്ല ഇബ്രാഹിം. ഈസ മൂസ നബിമാർക്ക് മുമ്പായിക്കൊണ്ട് അവതരിക്കപ്പെട്ട നോഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രളയത്തിന് ശേഷം, പ്രളയത്തിന് മുമ്പും പ്രളയത്തിന് ശേഷവുമെന്ന 2 ചരിത്രാഖ്യാനങ്ങൾ നൽകപ്പെടുമ്പോൾ, ഇബ്രാഹിം നബി എന്ന് പറയുന്ന ആ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ ലോകത്തെ വ്യത്യസ്ത മതങ്ങളിൽ, ക്രൈസ്തവ ജൂത മതങ്ങളിലുമൊക്കെ സ്മരിക്കപ്പെടുന്ന ഒരു പ്രവാചകനായിക്കൊണ്ട് അവരോധിക്കപ്പെടുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ നമ്മൾ ഇന്ന് 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ഓർക്കപ്പെടുന്നു. മാത്രമല്ല, നിസ്കാരത്തിന്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട് ഈ പ്രവാചകനെ, ഇല്ലേ? ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ ഓർക്കുന്നുണ്ട്. മറ്റൊരു പ്രവാചകൻ ഇതുപോലെ നിസ്കാരത്തിന്റെ അകത്ത് നമ്മൾ സ്മരിക്കുന്നില്ല. ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറയുന്ന സലാത്ത് തന്നെയുണ്ട്. ഇബ്രാഹിം നബി ഇല്ലെങ്കിൽ നിസ്കാരം പൂർണ്ണമല്ല. ആ ഇബ്രാഹിം നബിയുടെ നിസ്കാരത്തിൽ നമ്മൾ ഓർക്കപ്പെടുന്നു. മാത്രമല്ല, ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിലെ ഒന്നായിട്ടുള്ള ഹജ്ജ് കർമ്മം അത് ഇബ്രാഹിം നബിയുമായി കണക്റ്റഡായ ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. ഇങ്ങനെ നോക്കുമ്പോ ഏറ്റവും അധികം നമുക്ക് ബന്ധമുള്ളത് ഒരു ഉമ്മത്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം എന്ന പിതാവിന്റെ ആ സരണിയെ പിന്തുടരാനാണ് റസൂലുള്ളാഹിയോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയുടെ സരണിയുടെ ആ പിന്തുടർച്ചയിലാണുള്ളത്. നിസ്കാരം തുടങ്ങുന്ന വജ്ജഹത്തു എന്ന പ്രാരംഭ പ്രാർത്ഥന അതാരുടെ പ്രാർത്ഥനയാണ്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലേ? അവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സാണ് നമ്മൾ ദൃഢപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെ ഇബാദത്തുകൾക്കുള്ളിലും അകത്തും പുറത്തും നമ്മുടെ ദീനിന്റെ 5 സ്തംഭങ്ങൾക്കകത്തുമൊക്കെയായിക്കൊണ്ട് ഇബ്രാഹിം എന്ന പ്രവാചകൻ നമ്മൾ ഓർക്കപ്പെടുമ്പോൾ, അതിലുപരി മുസ്ലിം സമൂഹത്തിന്റെ 2 പ്രധാനപ്പെട്ട സുപ്രധാനമായ ആഘോഷങ്ങളിലെ വലിയ പെരുന്നാൾ എന്നറിയപ്പെടുന്ന പെരുന്നാൾ ഇത് ഇബ്രാഹിം കുടുംബവുമായി ബന്ധപ്പെട്ട പെരുന്നാളാണ്. വലിയ പെരുന്നാൾ എന്നാൽ ചെറിയ പെരുന്നാൾ ഒരു ദിവസമേ ഉള്ളൂ. വലിയ പെരുന്നാൾ 4 ദിവസമാണ്. അതുപോലെ ബലിപെരുന്നാൾ എന്നും പറയും, രണ്ടും പറയും, വലിയ പെരുന്നാൾ എന്നും ബലിപെരുന്നാൾ എന്നും. പെരുന്നാൾ വലുതാണ്. അതുപോലെ ബലിമൃഗത്തെ അറക്കുന്ന മറ്റു വലിയൊരു കഥയുടെ ഭാഗമായി കൊണ്ട് കടന്നു വന്ന ബലിമൃഗത്തെ അറക്കുന്ന ആ പുണ്യകർമ്മവും ഉൾക്കൊള്ളുന്ന ഈ പെരുന്നാൾ അത് നമുക്ക് എന്തുകൊണ്ടും ജീവിതത്തിന് അടുത്ത വർഷം വരെ വല്ലാത്തൊരു പ്രചോദനം നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലൂടെ ചെറിയൊരു എത്തിനോട്ടം നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തിനാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളോട് പറയുന്നത്? ഒരു ജീവിത പാഠമാണ്. ഒരു ജീവിതം എന്നാൽ ഒരു സമൂഹമാണ്. ഒരു സമൂഹം എന്നാൽ ഒരു കുടുംബമാണ്. ഒരു കുടുംബം എന്നാൽ ഉമ്മയും ഉപ്പയും മക്കളുമാണ് ഏറ്റവും മിനിമം ലെവലിലുള്ള കുടുംബം. ആ കുടുംബം അതിലുണ്ട്. ഭാര്യയും ഭർത്താവും അതിലുണ്ട്, മക്കളുണ്ട്.
അതിൽ ഇസ്മായിൽ എന്ന മകന് ഉപ്പയോടുള്ള ബന്ധം നമുക്ക് കാണിച്ചു തരികയാണ്. ഇസ്മായിൽ എന്ന മകൻ തന്റെ ഉപ്പയോട് എങ്ങനെ ബന്ധപ്പെട്ടു, എങ്ങനെയാണ് ഒരു പിതാവിനെ കണ്ടത് എന്നും ഇസ്മായിൽ എന്ന പ്രവാചകരിലൂടെ ഒരു മകനെ നമുക്ക് പഠിക്കാനുള്ള വലിയ പാഠം നൽകുകയാണ്. അനുസരണയുടെ അങ്ങേയറ്റമാണ് ഒരു മകൻ പിതാവിനോട് ഉണ്ടാകേണ്ടതെന്ന വലിയ വസ്തുതയാണ്, വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. എല്ലാവർക്കും വാപ്പയുണ്ട്, വാപ്പയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലാതെ നമുക്കൊക്കെ വാപ്പയുണ്ട്, ഇരിക്കുന്ന എല്ലാവർക്കും വാപ്പയുണ്ട്. ഒരു വാപ്പയുടെ ഒരു മകൻ എങ്ങനെ പെരുമാറണമെന്ന പാഠം പെരുന്നാളിന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പെരുന്നാൾ വേസ്റ്റാണ്. അത്രയും ഉദാത്തമായിട്ടുള്ള ഒരു മാതൃക, തന്റെ ജീവൻ വരെ സമർപ്പിക്കുന്ന ജീവത്യാഗ സമർപ്പണത്തിന്റെ മകന്റെ ചിത്രമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഉടനെ കരുത്തന്റെ തറുക്കൂ വാപ്പ, കരുത്തറുത്തോളൂ, നേരം കളയല്ല വാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു മകൻ വാപ്പാന്റെ മുമ്പിൽ തന്റെ കണ്ടം വെച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ അത് സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. കരുത്തറക്കാൻ പറയാം. അത്രത്തോളം കരുത്തറക്കാൻ പറയണമെങ്കിൽ ആ വാപ്പയുടെ മകൻക്കുള്ള ബന്ധം എന്താണ്? ആ ഒരു സമർപ്പണം നിങ്ങൾക്ക് നിങ്ങളുടെ എനിക്ക് എന്റെ ഉപ്പയോടുണ്ടാവണം എന്ന വലിയൊരു പാഠം പെരുന്നാളിൽ നൽകപ്പെടുന്നില്ലേ? ഉപ്പമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാവിധ ഈഗോകളെയും താഴ്ത്തി വെച്ചുകൊണ്ട് അവർക്കൊരു സലാം കൊടുക്കുകയും എന്റെ ജന്മഹേതുവിൽ പ്രധാനപ്പെട്ട ഒന്നെന്റെ ഉപ്പയാണ് എന്ന ബോധത്തോടുകൂടി അവർക്ക് മുന്നിൽ നിങ്ങളുടെ അഭിമാനങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ, നിങ്ങളുടെ ഈഗോയെ പരിഹരിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് വലിയ പെരുന്നാളിന്റെ ആത്യന്തികമായ ഉജ്ജ്വലമായ പ്രകാശം നമുക്ക് ലഭിക്കപ്പെടുന്നത്. രണ്ടാമത്തെ പാഠം ഇബ്രാഹിം നബി എന്ന പിതാവ്. ഒരു പിതാവ് തന്റെ മകനോട് എങ്ങനെയായിരിക്കണമെന്ന മധുരമനോഹരമായ പാഠത്തെ നമുക്ക് കാണിച്ചു തരികയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അല്ലേ, ഇന്നി അറാഫിൽ മനാമി അന്നി അൽബഹ്. മോനെ, ആദ്യം കണ്ടു ഇത് സ്വപ്നമാണ്, അത് പേക്കിനാവാണെന്ന് കരുതി. പക്ഷേ അത് പേക്കിനാവായിരുന്നില്ല, യാഥാർത്ഥ്യമായിരുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് സ്വപ്നമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മകനോട് പോയിട്ട് പറയുകയാണ്, മോനെ, ഞാൻ സ്വപ്നത്തിൽ നിന്നെ അറക്കണമെന്നുള്ള കൽപ്പന എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയിട്ട് പോലും പ്രായമില്ലാത്ത തന്റെ കൊച്ചുമകനോട് അവന്റെ അഭിപ്രായം ചോദിക്കുന്നത്? ഇങ്ങോട്ട് വാടാ, ഞാൻ നിന്നെ അറക്കും എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അറക്കാനുള്ള അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടാകുമ്പോൾ മകനോട് എന്തിനു ചോദിക്കണം? അവിടെയാണ് മക്കളോട് നിങ്ങൾ മുഷാവറ ചെയ്യണം. അതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്ന്, അവർക്ക് നമ്മോടുള്ള റെസ്പെക്ട് കൂടും, ബഹുമാനം എന്തെങ്കിലും അവർ പഠിക്കും. ഇത്രയും വലിയ പിതാവ് എന്നോട് എന്തിനൊരു അഭിപ്രായം ചോദിക്കുന്നത് എന്നൊരു കുട്ടി ചിന്തിക്കും. ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും മക്കളോട് അഭിപ്രായം ചോദിക്കണം. മോനെ, നിന്റെ അഭിപ്രായം എന്താ, നിങ്ങളൊരു വിഷയമുണ്ട് എന്നൊരു പിതാവ് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് പിതാവിനോടുള്ള ബഹുമാനം കൂടുകയാണ് ചെയ്യുക. മുഷാവറ ചെയ്യുകയാണ്, കൂടിയാലോചിക്കുകയാണ്. മാത്രമല്ല, കുട്ടികളോട് അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കാൻ തുടങ്ങും. മുഴുവനും അനുസരിപ്പിക്കുന്നതിന് പകരം ഓരോ വിഷയങ്ങളിൽ നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ ആലോചിക്കാൻ തുടങ്ങും. അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ള, ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കൂടും മക്കൾ. എല്ലാം പറഞ്ഞു കൊടുക്കരുത്, അവരെ കൊണ്ട് ആലോചിപ്പിക്കണം, അഭിപ്രായങ്ങൾ ചോദിക്കണം. അങ്ങനെ പിതാവ് നല്ലൊരു പാരന്റിങ്ങിന്റെ മനോഹരമായ ഒരു ഉപമകൂടെ ഇബ്രാഹിം എന്ന പിതാവിൽ കാണുകയാണ്. മൂന്നാമതായി കൊണ്ട് ആ ചരിത്ര സംഭവത്തിൽ ഡെലിവരി വന്നാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇബ്രാഹിം കുടുംബത്തിന്റെ പാഠത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് ഓരോ വ്യക്തികളും ഓരോ ബന്ധങ്ങളും. അതാണ് ഇതിന് സ്പിരിച്വലായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ഏറ്റവും വലിയൊരു പാഠം. ഓരോ ബന്ധങ്ങളും അത് നമ്മുടേതല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതകാലത്ത് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള സൂക്ഷിപ്പ് സ്വത്താണ്, അമാനത്താണ് എന്ന വലിയ പാഠം. അഥവാ നമ്മുടെ കുട്ടി എന്ന ആ ബോധത്തിൽ നിന്ന് ഇത് അള്ളാന്റെ സ്വത്താണ്, അതുകൊണ്ടല്ലേ അള്ളാഹ് അറക്കാൻ പറഞ്ഞപ്പോ അറക്കാൻ തയ്യാറായത്. എന്റെ കുട്ടി ഞാൻ എന്ത് ചെയ്യുമെന്നല്ല, അതിനേക്കാൾ വലിയ ബന്ധം അള്ളാഹുവിന് ആ കുട്ടിയുമായി ഉണ്ട്. ഇത് സൂക്ഷിപ്പ് സ്വത്താണ്, ഇതെന്നെ ഏൽപ്പിച്ചിട്ടുള്ള സൂക്ഷിപ്പ് നിധിയാണ്. അതിനോട് സുന്ദരമായി പെരുമാറണമെന്ന ബോധം, അള്ളാഹു എന്ന് കൽപ്പിക്കുന്നു ആ വിധി അംഗീകരിക്കണമെന്ന ബോധം ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള മക്കൾ, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്വത്തുകൾ, അതിൽ അള്ളാഹുവിന്റെ വിധി എന്താണോ അത് ശിരസ വഹിക്കാനുള്ള മനസ്സ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നു. അടുത്തതായി ഈ ഗുണം, ഈ ചരിത്രത്തിൽ നമുക്ക് ലഭ്യമാകുന്ന പാഠം വാത്സല്യത്തിന്റെ അങ്ങേ അറ്റത്ത ഒരു പ്രതീകമാണ്. വല്ലാത്തൊരു വാത്സല്യമാണ്. നമ്മളൊക്കെ ഒരു പാരന്റാണ്. മക്കൾ മാത്രമല്ല, ഉന്നതമായ അധികാരികൾ മുഴുവനും താഴെയുള്ളവരുടെ പാരന്റാണ്, രക്ഷാധികാരികളാണ്. താഴെയുള്ളവരോട് അങ്ങേയറ്റത്തെ വാത്സല്യം വേണം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, അറക്കാൻ പറഞ്ഞപ്പോൾ അറക്കാൻ തയ്യാറായ കഴുത്ത് നീട്ടിക്കൊടുത്ത് എന്റെ കൈകൾ ബന്ധിക്കണം, എന്റെ മുഖം മൂടണം, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുളുമ്പാൻ പാടില്ല,
മൂർച്ചയില്ലാതെ അറിവ് നിന്നു പോകാൻ പാടില്ല. കത്തിക്ക് മൂർച്ച കിട്ടണം എന്തൊക്കെ മകൻ വാപ്പാക്ക് അഡ്വൈസ് കൊടുക്കണമെങ്കിൽ എത്രത്തോളം ആ വാപ്പയോട് വിശ്വാസവും സ്നേഹവും ഉണ്ടാവും ആ മകന്. അങ്ങനെയാണെങ്കിൽ ആ മകനെ എത്രത്തോളം ആ ഒരു പ്രായത്തിനുള്ളിൽ തന്നെ പിതാവ് സ്നേഹിച്ചിരിക്കണം. എല്ലാവരും മകനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കില്ല. അങ്ങേയറ്റത്തെ വാത്സല്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ ആളുകളോടും ഉണ്ടാവണം. ആ വാത്സല്യം പ്രകടിപ്പിക്കണം. ഭക്ഷണം ചോറ് എന്ന് പറയുന്നത് തിന്നാനുള്ളതാണ്, അത് കാണാനുള്ളതല്ല. സ്നേഹം എന്ന് പറയുന്നത് അത് ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല, അത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം നമ്മൾ ഉപയോഗിക്കാതെ എടുത്തു വെച്ച നോട്ടുകെട്ടുകളെ പോലെയാണ്. പണമുണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷെ ആ പണം നമ്മൾ ഉപയോഗിക്കാതെ ഏതെങ്കിലും സഞ്ചിയിലോ ബാഗിലോ ഇട്ടുപൂട്ടിയിട്ടതിന്റെ ചാവി കയ്യിൽ കൊണ്ട് നടക്കുന്ന പോലെയാണ് സ്നേഹമുണ്ടായിട്ടും അത് കുടുംബത്തിന് വിതരണം ചെയ്യാത്ത ഒരാളുടെ അവസ്ഥ. അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യപ്പെടാത്ത സ്നേഹം ഉപകരിക്കില്ല. ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം, പ്രകടിപ്പിക്കണം. ഹൗ ടു എക്സ്പ്രസ്, എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. ഓരോ ആളുകളും എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലാണ് ഇതിനെ പ്രകടിപ്പിക്കേണ്ടത്. നിങ്ങളുടെ ഉമ്മ സ്നേഹം ആഗ്രഹിക്കുന്നത് പക്ഷേ അവരോട് പോയി സംസാരിക്കാനായിരിക്കാം. മറ്റൊരു ഉമ്മ ആഗ്രഹിക്കുന്നത് അവരെ ഉമ്മക്ക് കൊണ്ടുപോകാനായിരിക്കാം. മറ്റൊരു ഉമ്മ ആഗ്രഹിക്കുന്നത് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിരിക്കാം. പരിചരണമായിരിക്കാം, കെയറിംഗ് ആയിരിക്കാം, മിണ്ടിപ്പറഞ്ഞിരിക്കലായിരിക്കാം. എന്ത് ആയാലും അവർ ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിലേക്ക് അവരുടെ ഇഷ്ടങ്ങളെ ചെയ്തു കൊടുക്കലാണ് സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ ശരീരങ്ങൾ തമ്മിൽ എടുക്കാനുള്ള അവസരം കൂടെ നമ്മൾ ഈ പെരുന്നാളിന് ഉണ്ടാക്കണം. അതും സ്നേഹപ്രകടനമാണ്. 10 സെക്കൻഡിൽ കൂടുതൽ നിങ്ങൾ ഒരു ശരീരവുമായി കൊണ്ട് കണക്റ്റഡ് ആയി വന്നു കഴിഞ്ഞാൽ ആ മനസ്സുമായി നിങ്ങൾക്കൊരു അടുപ്പം വരും. 10 സെക്കൻഡിൽ കൂടുതൽ നിങ്ങളൊരു ശരീരത്തോട് ചേർന്നൊട്ടിപ്പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ, ആലിംഗനബദ്ധരായി കഴിഞ്ഞാൽ ആ മനസ്സുമായി നിങ്ങൾക്കൊരു കണക്ഷൻ, അഭീത്യമായ ഒരു സ്വർണ്ണ നൂൽപ്പാലത്തിന് ഹൃദയങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടാകും. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഭാര്യയോട് കിടപ്പറയിലല്ലാതെ മറ്റൊരു സമയത്ത് നിങ്ങൾ 10 സെക്കൻഡിൽ കൂടുതൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് ഈ പെരുന്നാളിന്റെ സുഖത്തിൽ ചിന്തിക്കുകയും ഇന്ന് തന്നെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ വിസ്ഫോടനകരമായ സ്നേഹത്തിന്റെ ഒരു രസവൃന്ദം നിങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടും. അത് കാമത്തിൻ്റെതല്ല, സ്നേഹത്തിന്റെ തന്നെ ആത്മാർത്ഥമായ ഒരു കെട്ടിപ്പിടുത്തം നിങ്ങൾ മക്കളോട് നടത്തണം. അത് 10 സെക്കൻഡിൽ കൂടുതലായിരിക്കണം. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കെട്ടിപ്പിടിക്കണം, അമ്മയും ഒപ്പയും കെട്ടിപ്പിടിക്കണം, ആലിംഗനം ചെയ്യണം. ആ ആലിംഗനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ എക്സ്പ്രസ് ചെയ്യപ്പെടാവുന്നതാണ്. ബലിപെരുന്നാളിന്റെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിവരുന്നത് ത്യാഗത്തിന്റെ കഥകൂടി പറഞ്ഞുകൊണ്ടാണ്. അടുത്ത ഗുണപാഠം ത്യാഗമാണ്. ഒരു ജലദോഷമോ പനിയോ പോലും സഹിക്കാൻ കഴിയാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ത്യാഗത്തിന്റെ പ്രയാസത്തിന്റെ കഠിന പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിലൂടെ പോകുമ്പോഴും സബറും തവക്കുലും കൈമുതലാക്കിക്കൊണ്ട് നിന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥയാണ്. മരുഭൂമിയിൽ ആയാറുമില്ലാതെ ഉപേക്ഷിച്ച് പോയപ്പോഴും അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ഇത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഒറ്റപ്പെട്ട ഒരു സ്ത്രീ, മരുഭൂമിയിൽ അകപ്പെട്ട ഒരു സ്ത്രീയുടെ ഹൃദയത്തിന്റെ ത്യാഗത്തിന്റെ കഥകളാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. ജീവിതത്തിൽ ത്യാഗങ്ങൾ നമ്മെ വളർത്തും, പുഷ്പിപ്പിക്കും. ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ത്യാഗം സഹിക്കേണ്ടതായ പ്രയാസങ്ങൾ ഉണ്ടാവും. എനിക്കും നിങ്ങൾക്കും ഒക്കെ പ്രയാസം ഉണ്ടാവും. അതിന് ഹിമ്മത്തോടുകൂടെ നേരിടാനും അതിൽ ക്ഷമ കൈക്കൊള്ളാനും സാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഫലപ്പെടുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ഹൃദയങ്ങൾ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ത്യാഗത്തിലൂടെ കടന്നുപോയ ചരിത്രം തന്നെയാണ് സമകാലിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീന്റെ മണ്ണിൽ അത്ഭുതകരമായ പോരാട്ടം. മരിച്ചു വീഴുമ്പോഴും പട്ടാളക്കാരൻ തൂക്കുമായി വരുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടും തഹ്ലീൽ ചൊല്ലിക്കൊണ്ടും മരണത്തിന്റെ അവസാന ഘട്ടം പോലും പതറാത്ത ധൈര്യം പ്രകടിപ്പിച്ച ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഫലസ്തീന്റെ ചിത്രം നമുക്ക് ത്യാഗത്തിന്റെ സമകാലിക ഉദാഹരണമാണ്. കുവൈത്തിൽ അഗ്നിബാധ ഏൽപ്പിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ആ കുടുംബത്തിലും ത്യാഗത്തിനുള്ള അവസരമാണ്. ഈ പെരുന്നാളിൽ അവർ ഈ ആഘോഷത്തിന്റെ സമയത്ത് അവരുടെ ഹൃദയങ്ങളെല്ലാം ഒരുപാട് വിഷമത്തിലായിരിക്കും. ആ വിഷമത്തെ മറികടക്കാൻ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതെയാകുന്നു, മനസ്സ് ബലപ്പെടുകയാണ്. അല്ലാഹു ആ കുടുംബത്തിന് അർഹമായ ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ മറ്റൊരു മാർഗമില്ല. സംഭവിച്ചു കഴിഞ്ഞ വിപത്തിൽ പിന്നെ ഒരു മാർഗവുമില്ല. അല്പം കരയുക, പിന്നീട് ക്ഷമിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം അതിലില്ല. അതാണ് ജീവിതത്തിന്റെ നിയമം, പ്രകൃതിയുടെ താളം അങ്ങനെയാണ്. വിപത്തുകളും അപകടങ്ങളും പേമാരികളും പ്രളയങ്ങളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ ക്ഷമിക്കൽ മാത്രമാണ് ആത്മീയമായ മാർഗമെന്നും ഇസ്ലാം അത് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. തക്ബീർ ധ്വനികൾ ഉയരുകയാണ്, അന്തരീക്ഷമാകെ തക്ബീർ ഉയരുകയാണ്. തക്ബീർ എന്ന് പറയുമ്പോൾ അള്ളാഹു സംഭവമാണ് എന്നാണ്. അള്ളാഹു സംഭവമാണ് എന്ന് പറയുമ്പോഴാണ് ഈ ത്യാഗത്തിനും ക്ഷമക്കും നമുക്ക് സാധ്യമാവുക. പ്രയാസങ്ങളും പ്രതിസന്ധികളും അപ്രതീക്ഷിതമായ സംഭവങ്ങളും ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ, മരണങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത വിപത്തുകൾ കടന്നു വരുന്ന സമയത്ത് നമുക്ക് ക്ഷമിക്കണമെങ്കിൽ അള്ള സംഭവം
എന്ന ബോധം ഹൃദയത്തിന്റെ അങ്കണങ്ങളിൽ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അങ്കുരിക്കണം, അവിടെ ചലിച്ചു നിൽക്കണം, സ്ഫുരിച്ചു നിൽക്കണം. എന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആ തക്ബീർ ധ്വനികൾ ഉജ്ജ്വലമായി നമ്മുടെ ഹൃദയത്തിലേക്ക് വേറിടാനുള്ള, ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള പ്രചോദന കഥയാണ് ബലിപെരുന്നാൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അവസാനിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പറഞ്ഞുകൊണ്ടാണ്. ഒരിക്കലൊരു മനുഷ്യൻ, അദ്ദേഹം വലിയ സൽക്കാരപ്രിയനായിരുന്നു, നല്ല ആതിഥേയനായിരുന്നു. എല്ലാവരെയും സൽക്കരിക്കുക, അറബികളുടെ കൾച്ചർ അങ്ങനെയാണ് കടന്നു വരുന്നത്. എല്ലാവരെയും സൽക്കരിക്കുന്ന അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളും ആ ഒരു പാഠം സ്വീകരിക്കണം. ഈ പെരുന്നാളിന്റെ പതിവ് പോലെ ഒരു അമുസ്ലിമിനെയെങ്കിലും നമ്മുടെ സൽക്കരിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഈ 4 ദിവസത്തിനുള്ളിൽ, 4 പെരുന്നാളിനുള്ളിൽ. കാരണം മുസ്ലിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവും, ഇറച്ചി ഉണ്ടാവും. നമ്മുടെ പരിസരത്തുള്ള മുസ്ലിങ്ങളായ ആളുകൾ ബഹുസ്വരമായി രാജ്യത്തിന്റെ പൈതൃകവും അഭിമാനവും ഈ അഖണ്ഡതയാണ്, ഈ ഒരു സ്നേഹമാണ്, സൗഹാർദ്ദമാണ്. മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി പിടിച്ചിരിക്കുന്ന ഈ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന ആപൽക്കരമായ ഫാസിസത്തിന്റെ തന്ത്രങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ തീർത്തും സൗഹാർദ്ദത്തിന്റെ പുതിയ പ്രതീക്ഷകളും പ്രതീകങ്ങളുമായി മാറണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ അത്തരത്തിലുള്ള മത സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനങ്ങൾ കൊണ്ടുവരണം. ഒരാളെങ്കിലും, നമ്മുടെ അയൽപക്കത്തുള്ള ഒരാളെങ്കിലും ഈ ഇരിക്കുന്ന ഓരോരുത്തരും സൽക്കരിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകൾ ദീനിനെ കുറിച്ച് നല്ല ഒരു സ്നേഹത്തിന്റെ ഒരു സൽക്കാര ഓർമ്മ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അത് നമ്മുടെ കുടുംബം പാലിക്കും. അത് അടുത്ത വർഷവും അത് ആവർത്തിക്കപ്പെടും. അങ്ങനെ തോട്ടക്കരയിൽ ഒരു കൾച്ചർ ഉണ്ടാകും. മറ്റു മതസ്ഥരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു കൾച്ചറിനെ പാകാൻ ഈ ചെറിയൊരു പ്രവൃത്തി കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഈ 4 പെരുന്നാളിൽ ഒരു മുസ്ലിമിനെ സൽക്കരിക്കാനുള്ള തീരുമാനം നമ്മൾ എടുക്കണം. അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അയാളോട് ചോദിച്ചു, നിന്റെ മതം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മജൂസിയാണ്, ഞാനൊരു തീ ആരാധകനാണ്. നിനക്കെന്താ ഞാൻ ഭക്ഷണം തരില്ല, നീ ഒരു അമുസ്ലിമാണ്, തീ ആരാധകനാണ്, അള്ളാഹുവിനെ നിഷേധിക്കുന്നതിനാണ്, അതുകൊണ്ട് നിനക്ക് ഭക്ഷണമില്ലെന്ന് പറഞ്ഞ അയാളെ പറഞ്ഞയച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വഹിയിറക്കുകയാണ്. നീ എന്താണ് അയാൾക്ക് നീ ഭക്ഷണം കൊടുത്തിട്ടില്ല എന്ന് കരുതി അദ്ദേഹം പട്ടിണി കിടക്കുമോ? ഇത്രയും കാലം അദ്ദേഹം എങ്ങനെയാ ഭക്ഷണം കഴിച്ചത്? നീയാണല്ലോ ഭക്ഷണം കൊടുത്തത്, ഞാനാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത് ഇത്രയും കാലം. നീ കൊടുത്തില്ല എന്ന് കരുതി അദ്ദേഹം പട്ടിണിയാവില്ലെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയെ തിരുത്തിയപ്പോൾ ഓടിപ്പോയിക്കൊണ്ട് ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു. അന്ന് രാത്രി അവിടെ താമസിപ്പിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ വിടുന്നത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? ആറ്റിപ്പായി ചെറിയ കരങ്ങൾ തന്നെ എന്നെ വളരെ സൗഹാർദ്ദപൂർവ്വം ആവേശപൂർവ്വം സ്വാഗതം ചെയ്യുകയും ആതിഥ്യം നൽകുകയും ഭക്ഷണം നൽകുകയും ചെയ്തത് എന്തുകൊണ്ട് എന്ന് ആ മനുഷ്യൻ ഇബ്രാഹിമിനോട് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി, എന്റെ റബ്ബ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന ഇബ്രാഹിമ റസൂലുള്ളാഹി എന്ന സത്യസാക്ഷ്യം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ശത്രുവായ എനിക്ക് അനുകൂലമായി കൊണ്ട് മിത്രമായ നിങ്ങളോട് തിരുത്തിയൊരു നാഥൻ, ആ നാഥനെയാണ്, റബ്ബിനെയാണ് ഞാൻ തെരഞ്ഞു നടക്കുന്നത്. ശത്രുവായ ഞാൻ, അല്ലാഹുവിനെ നിഷേധിച്ച് നടക്കുന്ന ഞാൻ, എനിക്കെതിരെ മിത്രമായ നിങ്ങളൊരു അനീതി പ്രവർത്തിച്ചപ്പോൾ നിങ്ങളെ തിരുത്തിയെ ശാസിച്ച ഒരു റബ്ബുണ്ടെങ്കിൽ ആ റബ്ബാണ് ലോകത്തിന്റെ ഇലാഹ്, ആ റബ്ബിനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറായ സംഭവം ഇബ്രാഹിം നബിയുടെ പല മതങ്ങളുടെ മതസ്ഥരോടുള്ള സമീപനമാണ്. ആശയങ്ങളെ എതിർക്കുമ്പോഴും വ്യക്തികളെ നമ്മൾ സ്വാഗതം ചെയ്യണം. ആശയങ്ങളെ, അനിസ്ലാമികമായ ആശയങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ വ്യക്തികളെല്ലാവരും ശുദ്ധരാണ്. എല്ലാ വ്യക്തിത്വങ്ങളെയും പൂർണ്ണമായ മനസ്സോടുകൂടെ സ്വീകരിക്കണം. അവർക്ക് ഭക്ഷണം കൊടുക്കണം. മാനുഷികമായ നിലയിൽ ഒരു മതസ്ഥരോടും യാതൊരു തരത്തിലുള്ള വിവേചനമോ വിദ്വേഷമോ വിഭാഗീയതയോ വർഗീയതയോ പുലർത്താൻ പാടില്ലെന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മില്ലത്ത്, അതിനെ പിന്തുടരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓരോ മതസ്ഥരോടും, അത് ക്രിസ്ത്യാനിയാവട്ടെ, ഹിന്ദുവാവട്ടെ, പാഴ്സിയാവട്ടെ, ജൂതനാവട്ടെ, വ്യക്തികളോട് സൗഹാർദ്ദപൂർവ്വം പെരുമാറാനും പദ്ധതി നടക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാനും ആവശ്യമായ സമയങ്ങളിൽ സഹായങ്ങൾ കൊടുക്കാനും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവുമില്ല, ഒരു പ്രശ്നവുമില്ല. അത് അത്യന്താപേക്ഷിതമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ മാതൃകയാണ്. റസൂലുള്ളാഹിയുടെ ഏറ്റവും കഠിന ശത്രുതയുള്ള ജൂതന്മാരോട് അങ്ങേയറ്റത്തെ ബന്ധം വ്യക്തിപരമായ റസൂലുള്ള പുലർത്തിയിരുന്നു എന്ന് എന്താണ് ഈ മുസ്ലിം സമൂഹം മനസ്സിലാക്കുക? മരണപ്പെടാൻ പോകുന്ന സമയത്ത് പോലും ആരംഭ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പടയകി ഒരു ജൂതന്റെ കയ്യിൽ പടയത്തിലാണ്. റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വിശപ്പിന്റെ മാംസം കൊടുത്ത ജൂതർ ആ സൽക്കാരം സ്വീകരിക്കാൻ റസൂലുള്ളാഹി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. വീട്ടിലേക്ക് വന്ന് കാർത്തിച്ചു പോയ വ്യക്തിയെ ഒന്നും ചെയ്യാതെ അദ്ദേഹത്തെ നല്ല രൂപത്തിൽ പെരുമാറിയ റസൂലുള്ളാഹിന്റെ കഥ നമുക്ക് മുന്നിൽ മാതൃകയുണ്ടെങ്കിൽ സമകാലിക ലോകത്തെ മതസൗഹാർദ്ദത്തിന്റെ ബഹുസ്വരമായ രാജ്യത്ത് ഉന്നതമായ ഒരു കൾച്ചറിനെ വിധാനം ചെയ്യാൻ, അതിനെ പ്രചരിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന ഓർമ്മ കൂടി ഈ ബലിപെരുന്നാൾ
ബലിപെരുന്നാളിൽ നമ്മുടെ മനസ്സിൽ വന്നാൽ ബലിപെരുന്നാൾ പൂർണ്ണമായി. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ ആയുസ്സിൽ വിശാലത ആഗ്രഹമുണ്ടെങ്കിൽ, ഭക്ഷണത്തിൽ വിശാലത ആഗ്രഹമുണ്ടെങ്കിൽ, ആയുസ് ദീർഘമായി കിട്ടാനും ഖിയാമം വരെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. അതും ബലിപെരുന്നാളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ കർമ്മമാണ്. ആയുസ് ദീർഘമായി കിട്ടുന്ന പെട്ടെന്നൊന്നും മരിക്കൂല, നല്ല വിശാലത കിട്ടും. എത്ര പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്നും, ഐസിയുടെ മുഖത്തിൽ നിന്നും, വെന്റിലേറ്ററിന്റെ ആഴത്തിൽ നിന്നും പടച്ചവൻ കൈപിടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന് നിനക്ക് ശ്വാസം ഇട്ട് തരും. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ ഖിയാമം വരെ നമ്മളും നമ്മുടെ മക്കളും കഷ്ടപ്പെടുകയില്ല. ഒരാൾക്ക് മുമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരേ ഒരു കാര്യം പരിശുദ്ധ ഇസ്ലാമിന്റെ മുത്ത് ഹബീബ് ഇബ്രാഹിം നബിയുടെ ആ പാഠം, അഥവാ സിലത്തുർ റഹിം എന്ന് പറയുന്ന, കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്ന അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സംഗതി ഇസ്ലാമിലുണ്ടോ എന്ന് സംശയിച്ചു പോകുന്ന അത്രയും പ്രാധാന്യങ്ങളുടെ വചനങ്ങൾ, സൂക്തങ്ങൾ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ സിലത്തുർ റഹിം കേൾക്കാൻ ഈ പെരുന്നാൾ തന്നെയാണ് ഏറ്റവും അഭികാമ്യം. കുടുംബബന്ധം ചേർക്കണം. എല്ലാ കുടുംബത്തിൽ പോകണം. ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത കുടുംബങ്ങൾ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ മക്കൾ, പ്രയാസപ്പെട്ട് നിൽക്കുന്നവർ, നമ്മുടെ ഈ അടുത്ത കുടുംബങ്ങളിൽ മുഴുവനും ഒരു ബന്ധമുണ്ടാവണം. പോകാൻ സമയമില്ലെങ്കിൽ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യണം. ഇത് നമ്മുടെ ഒരു സ്വഭാവമായി നമ്മൾ തുടരണം. ആ കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾക്ക് ആയുസ്സിൽ വിശാലതയുണ്ടാവും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവും, ദാരിദ്ര്യമുണ്ടാവില്ല. ഈ ഒരു സംഗതി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ പെരുന്നാളിന്റെ വാപ്പയുള്ള ആളുകൾ ഇപ്രാവശ്യം എത്തിയുമായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവരെ നിങ്ങൾ പോയി ആശ്വസിപ്പിക്കുകയും അവരോടുകൂടെ ചേർന്ന് നിൽക്കുകയും അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കുകയും നിങ്ങളുടെ യാത്രകളിൽ അവരെ കൂടെ പങ്കാളിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഉറപ്പിക്കപ്പെടുന്ന പെരുന്നാളാകും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഓരോ മനുഷ്യന്റെ മുൻപ്, ഓരോ മനുഷ്യന്റെ മനസ്സിൽ നമ്മളൊരു പെരുന്നാളായിരിക്കും. നമ്മളില്ലാത്ത ഒരു പെരുന്നാളിൽ ആ കുടുംബം ഓർക്കും, ഇന്നാലിന്ന കാക്ക, ഇന്നാലിന്ന റഹ്മാൻ കാക്ക ആയാൽ ഉണ്ടായിരുന്ന സമയത്ത് പെരുന്നാളിന് വീട്ടിൽ വന്നിരുന്നു, അദ്ദേഹം ഇന്നത് ചെയ്തിരുന്നു, അവരുടെ യാത്രയിൽ ഞങ്ങളെ കൊണ്ടുപോയിരുന്നു എന്ന്. നമ്മളുടെ കാലശേഷം തോട്ടക്കര ഖബറിസ്ഥാനിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പോലും വരുന്ന പെരുന്നാളുകളിൽ ഓരോ കുടുംബങ്ങളും നമ്മൾ ഓർക്കുന്ന രൂപത്തിൽ ഓരോ മനുഷ്യന്റെയും കുടുംബക്കാരുടെയും ഹൃദയങ്ങളിൽ ഒരു പെരുന്നാൾ കാഴ്ചയായി വസന്തമായി സുഗന്ധമായി പ്രസരിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ പെരുന്നാൾ ധന്യമായി അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ ആളുകൾക്കും അല്ലാഹു തആല സന്തോഷം നിലനിർത്തുമാറാവട്ടെ. എല്ലാ കുടുംബങ്ങളിലും ത്യാഗത്തിലും ക്ഷമയിലും ഊന്നിയ സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ. ഇസ്ലാമികമായ രൂപത്തിൽ ആഘോഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ പെരുന്നാളിനെ എല്ലാവരിലേക്കും പരത്താനും ഇതിന്റെ സുഗന്ധം എത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ സുബ്ഹിക്ക് ശേഷം തന്നെ അറിവുണ്ടായിരിക്കും. 9 മണിക്ക് ശേഷം ഭക്ഷണ വിതരണം, ഇറച്ചി മാംസ വിതരണം ചെയ്യും. എല്ലാ ആളുകളും, പ്രത്യേകിച്ച് അറിവിൽ പങ്കാളികളായ ആളുകൾ മുഴുവനും അവിടെ സന്നിഹിതരാവണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ യാ മുജീബ് യാ കരീം വഗ്ഫിർ ലനാ യാ ഗഫാർ വദ്നിബിന ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലിയ പെരുന്നാൾ നമസ്കാരം ഇമാമോടുകൂടെ നമസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്ത ശേഷം ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ ചെല്ലണം. നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീറത്തുൽ ഇഹ്റാം കൂട്ടാതെ 7 തക്ബീർ. ഓരോ തക്ബീറിനിടയിലും അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. السلام عليكم ورحمة الله وبركاته. الله أكبر 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 الله أكبر. الحمد لله أحمده على نعمه الذي هدانا إلى ملة حنيفية، هو الذي وقت لنا المواقيت وأيام الفوائد، وأشهد أن لا إله إلا الله وحده لا شريك له،
وأشهد أن محمدا عبده ورسوله. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. صلى الله على سيدنا محمد وآله خير من عظم شعائر الله رضوانه وضحى بيديه قربانه. أما بعد، أيها الناس، أوصيكم عباد الله اتقوا الله. هذا يوم عظمه الله وشرفه، يوم العيد الأضحى، اليوم المبارك، نور على نور وخير على خير. الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد. أيها المؤمنون، هذه هدية الله لنا أيام العسرة والضيق. عباد الله، اتقوا الله بطاعته وضحوا بإراقة الدم من أنعامكم وكبروا الله على ما هداكم. الحجاج على أرض الحرم يلبون تلبية لرب الحرم ويطوفون طوافا لبيت الله الحرم. نسأل الله لنا ولهم الأمن والأمان. الله أكبر الله أكبر الله أكبر ولله الحمد. جعلنا الله وإياهم من المتقين وعباده الصالحين وعباده الشاكرين المؤمنين الراضين برضا الله. كلام الله الحي القيوم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. صدق الله. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات الذكر الحكيم وعصمنا وإياكم ورحمة من الشيطان الرجيم. واستغفر الله العظيم لي ولكم واستغفرني وأنكم جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر. الحمد لله أحمد على هدايتي وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد. صلى الله وسلم على سيدنا محمد وآله. أيها الناس، اتقوا الله حق تقاته وتقربوا إلى الله بصلة الأرحام على وسيلة العوام أيام العيد والإطعام بإنفاق على فقراء الأمة إبعاد للهم ونصرا للهمة. إن الله وملائكته يصلون على النبي. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد. صلى الله وسلم أبد الآبدين. اللهم صل على الخلفاء المهديين سيدنا أبي بكر الصديق وسيدنا عمر الفاروق وسيدنا عثمان ذي النورين وسيدنا علي المرتضى وعم نبيك حمزة والعباس وعن جميع الصحابة والقرابة أجمعين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ارفع عنا ما نزل بنا من الأمراض يا رب العالمين. اللهم ارفع عنا الغلاء والبلاء والوباء والأمثالها والفحشاء والمنكر والجذب والقحط والسيوف المختلفة والشدائد والمحن والفتن. اللهم انصر المسلمين في كل بلاد يا رب العالمين. اللهم انصر الناس في فلسطين. اللهم انصر لهم يا خير الناصرين. اللهم دمر أعداءنا وأعداءك وأعداء الدين.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. എല്ലാവരും കഴിയുന്നവരൊക്കെ പരസ്പരം സലാം കൊടുത്ത് ആലിംഗനം ചെയ്യാം. ഇവിടെ മാത്രമല്ല എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്യാം. ഇവിടെ ഒറ്റ ആലിംഗനം ചെയ്താൽ മതി, അതിനുള്ള ആവതുള്ളൂ. അസ്സലാമു അലൈക്കും. ഇത് പറ എവിടെത്തി ഇത് പറഞ്ഞു ഇസ്ലാം ഇത് പറഞ്ഞു അലൈഹിസ്സലാം ഇത് പറഞ്ഞു മുബാറക്